ഹലോ ഗായ്സ്, ഞങ്ങൾ ഇതാ ഉച്ചഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം കുയാറൂമിയുടെ കൂടെ റാഞ്ചോ ലുസിറ്റോ പാർക്കിലോട്ടാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ഇതാ റാഞ്ചോ ലുസിറ്റോയുടെ കവാടം കടന്നതിന് ശേഷമുള്ള ബ്രിഡ്ജിലൂടെ പാർക്കിംഗ് ഏരിയയിലേക്ക് പോകുന്ന വഴിയിലാണ്. കുയാറൂമി കാർ പാർക്ക് ചെയ്തതിന് ശേഷം ഞങ്ങൾ ഇതാ കാറിൽ നിന്നും പുറത്തിറങ്ങിയിരിക്കുന്നു. പൂയാറോമി കാറിൽ നിന്നും ഇറങ്ങിയതിനു ശേഷം കൗണ്ടറിൽ ചെന്ന് നിന്ന് കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. എന്റെ കുട്ടികളൊക്കെ ഭയങ്കര എക്സൈറ്റഡിലാണ്. ഇപ്പൊ ഞങ്ങൾ ഇവിടെ ഒരു പാർക്കിൽ വന്നിരിക്കുകയാണ്. റാഞ്ചോ ലൂയിസിറ്റോ എന്ന് പറഞ്ഞ അവിടെ സ്വിമ്മിംഗ് പൂളും അങ്ങനെയൊക്കെ ഉള്ളതാണ് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട്. അങ്ങോട്ട് വന്നിരിക്കുകയാണ്. കുട്ടികൾ ഓൾറെഡി ഇവിടെ കളി തുടങ്ങിയാണ്. രായിലോ റയാനൊക്കെ അവിടെ ഉണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ വിശ്വസിക്കുന്നത്. എന്താ നമ്മുടെ ലഞ്ചിന് ശേഷം ഇങ്ങോട്ടാണ് ഇറങ്ങിയത്. റയാൻ പൂളിലുള്ള സ്ലൈഡിങ്ങിലൂടെ പൂളിലേക്ക് വന്ന് വീഴുന്നത് കാണാം. അതിന്റെ മറുവശത്തായിട്ട് സ്ലൈഡിങ്ങിലൂടെ റാഹിൽ വന്ന് സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടുന്നത് കാണാം. ഞാൻ മുന്നോട്ട് നടക്കുകയാണ് റാഞ്ചോ ലുസിറ്റോ എന്ന പാർക്കിന്റെ മൊത്തമായി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് നിങ്ങൾക്കും കാണിച്ചു തരാം. പിന്നെ ഇവിടെ ഒരുപാട് ഇരിപ്പിടങ്ങളുണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഫാമിലി ടുഗദർ പാർട്ടി എന്നിവയ്ക്ക് പറ്റിയ മൊത്തം റെസ്റ്റ് ഏരിയയും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനും ഇരിക്കാനും കഴിയുന്ന ഷെഡുകളൊക്കെ ഇവിടെയുണ്ട്. ഈ നേരെ ഫ്രണ്ടിൽ കാണുന്ന പൂള് സീ പോലെ വേവ്സ് ഉണ്ടാക്കുന്ന പൂളാണ്. നമ്മുടെ നാട്ടിലെ വണ്ടർലാൻഡ് വാട്ടർ പാർക്കിൽ ഉള്ളതുപോലെയാണ്. പൂയാറൂമിയും റിഹാനും അവിടെ നിന്ന് നടന്നു വരുന്നത് കാണാം. പൂയാറൂമി പറഞ്ഞത് അഡോൾട്ടിനുള്ള സ്വിമ്മിംഗ് പൂൾ അവിടെയാണ് ഉള്ളതെന്ന്. അപ്പോൾ അങ്ങോട്ടാണ് ഞങ്ങൾ പോകുന്നത്. പൂയാറൂമിയും റിഹാനും മുന്നിൽ നടക്കുന്നുണ്ട്. അവരെ പുറകെ ഞാനുമുണ്ട്. ഈ കാണുന്ന ടവർ സിബിലൈൻ്റെതാണ്. ഈ ഫ്രണ്ടിൽ കാണുന്ന പൂളാണ് അഡോൾട്ടിൻ്റെത്. ഇതിന് 6 ഫീറ്റ് ഡീപ്പാണ് ഉള്ളത്. നമ്മൾ ഫ്രണ്ടിൽ കണ്ടതൊക്കെ കുട്ടികൾ കളിക്കാൻ പറ്റുന്ന പൂളായിരുന്നു. അതിൻ്റെയൊക്കെ ആയം 2 ഫീറ്റ് 3 ഫീറ്റ് ആണ്. റാഞ്ചോ ലുസിറ്റോ റിസോർട്ടാണത്. ഒരാൾക്ക് ഹെഡ് വരുന്നത് 250 ആണ്. ഈ ബാക്കിൽ കാണുന്നത് ഒരു മൗണ്ടൻ ആണ്. അതിന്റെ താഴ്വരയിലാണ് ഈ റിസോർട്ട് ഉള്ളത്. ഒരുപാട് സ്വിമ്മിംഗ് പൂൾ ഉണ്ട് ഇതിനുള്ളില്. എമാർക്ക് സിപ്പ് ലൈൻ ഉണ്ട്. കുറെ ആക്ടിവിറ്റീസ് ഉണ്ട് ഇതിനുള്ളിൽ. സൺഡേ സാറ്റർഡേ ആണ് കൂടുതലായിട്ട് ആളുകൾ ഉണ്ടാവല്. പിന്നെ വൈകിട്ടാണ് 4 മണിക്ക് ശേഷം. എന്താ വെച്ചാൽ ചൂടായത് കാരണം ആളുകൾ 4 മണിക്ക് ശേഷം വരുള്ളൂ. ഞങ്ങൾ ഇവിടെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് പൈസ ഒന്നും ആയിട്ടില്ല. എന്താ വെച്ചാല് നമ്മളെ എന്താ പറയുക സിസ്റ്റർ ഹസ്ബൻഡിന് ഇവരെ ക്ലൈന്റ് ആണ്. അപ്പൊ അവര് സംസാരിച്ചപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഒരുപാട് വന്നു കഴിഞ്ഞാൽ കുക്ക് ചെയ്യാനോ അതേമാതിരി നമുക്ക് കംഫർട്ട് റൂമോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെ റിഹാൻ അതാ ഏറ്റവും മുകളിൽ നിന്ന് സ്ലൈഡിംഗ് ഹാളിലൂടെ വന്ന് സ്വിമ്മിംഗ് പൂളിലോട്ട് ചാടുന്നത് കാണാം.
രാഹിൽ പൂളിലൂടെ കൈകുത്തി നീന്തു വരുന്നുണ്ട്. ഹലോ രാഹിൽ, നീ സ്വിം ചെയ്യുകയാണോ? കുളിയൊക്കെ ഇനി ഞങ്ങൾ എന്താ പോവാണ് വീട്ടിലോട്ട്. ഇനി പോയിട്ട് ഒന്നുപാടെ ഭക്ഷണം കഴിക്കണം, നല്ല വിശക്കുന്നുണ്ട്. പക്ഷേ നേരത്തെ പല ഡോക്ടർ ബുക്ക് ചെയ്തുകൊണ്ട് അങ്ങോട്ട് പോകാനായതുകൊണ്ടാണ് പെട്ടെന്ന് കുളിച്ചിറങ്ങിയത്. ഞങ്ങൾ പോകാൻ നിൽക്കണേ. വണ്ടിയിലെത്തിയിരിക്കുന്നത് ഞങ്ങൾ പോവാണ്. അങ്ങനെ ഞങ്ങൾ റാഞ്ചോ ലുസിറ്റോ പാർക്കിൽ നിന്നും പുറത്തിറങ്ങി കാറിൽ കയറി വീട്ടിലോട്ട് പോവുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ മറ്റുള്ള ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളെല്ലാവരും സുഖമായിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ എല്ലാവർക്കും എൻ്റെ ബൈ ബൈ.